അമ്മു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനിയെ അന്വേഷിച്ചിട്ട് കണ്ടെത്താനായില്ല, അതിൻ്റെ സങ്കടത്തിലാണ് നന്ദു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ AC പറയുന്നുണ്ട്, അവനോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കണ്ടായിരുന്നു, മനസ്സിനൊട്ടും കട്ടിയില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അന്ന് തന്നെ മദ്യപിച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നില്ലേ, അവൻ ഒട്ടും മദ്യപിക്കില്ലാത്തൊരു വ്യക്തിയാണ്, എന്നിട്ട് അങ്ങനെയൊക്കെ കാണിച്ചത് എല്ലാം കൂടെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ആകുന്നുണ്ട് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, മനസ്സിന് കട്ടിയില്ലാത്ത പയ്യനെ, ഇനി മോളുടെ സംസാരം സഹിക്കാൻ മേലാതെ അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുക. അന്നേരം സങ്കടത്തോടെ നന്ദു കനികയോട് പറയുക, അമ്മേ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എൻ്റേത് മാത്രമായിരിക്കും എന്നിങ്ങനെ വിഷമത്തോടെ പറയും കേട്ടോ നന്ദു. പിന്നീട് ദേവേനെ കാണിക്കുന്നുണ്ട്, ആ അനിയെ കാണാത്തതിൻ്റെ വിഷമമാണ് എല്ലാവർക്കും. ദേവേനെ ഭയങ്കര സങ്കടത്തോടെ പറയുക, അവൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ ജയേട്ട എന്ന്. ഇവർക്കെല്ലാവർക്കും വിഷമം ഉണ്ടെങ്കിലും ഒരാൾക്ക് മാത്രം വിഷമമൊന്നുമില്ല, ഭയങ്കര സന്തോഷത്തിലാണ്. അത് നമ്മുടെ അനാമികയാണ്. അവനങ്ങ് മരിച്ചു പോകുവാണെങ്കിൽ ഒരു വിധവയുടെ എല്ലാ ആനുകൂല്യവും കിട്ടുമല്ലോ അനാമികയ്ക്ക്, അതായിരിക്കാം അവളുടെ സന്തോഷത്തിന് കാരണം.